ഖലീഫ സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. കേരളത്തിൽ 10 കോടി, കർണാടകയിൽ 89 ലക്ഷം, തമിഴ്നാട്ടിൽ 33 ലക്ഷം, തെലുങ്ക് സ്റ്റേറ്റിൽ 7 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 26 ലക്ഷം. അങ്ങനെ സിനിമയുടെ ടോട്ടൽ ഡൊമസ്റ്റിക് കളക്ഷൻ 11 കോടി 56 ലക്ഷമാണ്. ഓവർസീസിൽ 14 കോടി 24 ലക്ഷം. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 25 കോടി 80 ലക്ഷമാണ്. 3 ദിവസം കൊണ്ട് നല്ലൊരു കളക്ഷൻ സിനിമ നേടിയെങ്കിലും സിനിമയുടെ കളക്ഷൻ ഓരോ ദിവസം കൂടുമ്പോഴും കുറഞ്ഞു വരികയാണ്. ഇനി 45 കോടിയിലേക്ക് സിനിമയുടെ കളക്ഷനൊക്കെ എത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രവിതേജയുടെ ഇരുമുടി സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. ഡൊമസ്റ്റിക്കിൽ നിന്ന് സിനിമ 39 കോടി 27 ലക്ഷമാണ് ഇതുവരെ കളക്ഷൻ നേടിയത്. ഓവർസീസിൽ നിന്നും 9 കോടി 84 ലക്ഷം. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 49 കോടി 11 ലക്ഷം. അങ്ങനെ 50 കോടിക്ക് അടുത്ത് സിനിമയുടെ കളക്ഷൻ എത്തിയിട്ടുണ്ട്. ബദലേഖയും കുടുംബ യൂണിറ്റ് സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ എത്രയെന്ന് നോക്കാം. കേരളത്തിൽ 10 കോടി 72 ലക്ഷം. സിനിമയുടെ ഡൊമസ്റ്റിക് കളക്ഷൻ 14 കോടി 30 ലക്ഷമാണ്. ഓവർസീസിൽ 25 കോടി 46 ലക്ഷം. ആദ്യ ദിവസം സിനിമയ്ക്ക് ഡൊമസ്റ്റിക്കിൽ നിന്നും 5 കോടി 75 ലക്ഷം രൂപയായിരുന്നു കളക്ഷൻ നേടിയത്. രണ്ടാം ദിവസം ഡൊമസ്റ്റിക്കിൽ 8 കോടി 55 ലക്ഷം രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ ഉയർന്നിട്ടുണ്ട്. 2 ദിവസത്തെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 39 കോടി 76 ലക്ഷമാണ്. വിശ്വനാഥൻ ആൻഡ് സൺസ് സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. 9 ദിവസത്തെ സിനിമയുടെ ടോട്ടൽ ഡൊമസ്റ്റിക് കളക്ഷൻ 118 കോടി 7 ലക്ഷമാണ്. ഓവർസീസ് കളക്ഷൻ ആണെങ്കിൽ 56 കോടി 80 ലക്ഷമാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 174 കോടി 87 ലക്ഷമായിട്ടുണ്ട്. 9ാം ദിവസം ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 8 കോടി 77 ലക്ഷമാണ് വന്നത്. ദുൽഖർ സൽമാൻ്റെ ഐ ആം ഗെയിം സിനിമയുടെ ഓഡിയോ ലോഞ്ച് അല്ലെങ്കിൽ പ്രീ റിലീസ് ഇവൻറ്റ് ഈ വരുന്ന 29-ാം തീയതി വൈകിട്ട് 6 മണിക്ക് കാക്കനാട് കിങ്ഫ്ര എക്സിബിഷൻ സെൻറ്ററിൽ വെച്ച് നടക്കും.